ചെറുവണ്ണൂരിൽ ദർസ് വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ ദൗർഭാഗ്യകരമായ ആക്രമണവും തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ഇപ്പോൾ സമാധാനപരമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുതൽ നാമെല്ലാം വലിയ ആശങ്കയിലായിരുന്നു. ഒരു വർഗീയ സംഘർഷത്തിലേക്ക് നാട് നീങ്ങുമോ എന്ന പേടിയുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ നേതൃത്വത്തിന്റെ പക്വമായ ഇടപെടൽ വഴി ആ സാഹചര്യം ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അക്കാഡമിക് കോൺഫറൻസിന്റെ പ്രചാരണാർത്ഥം വീട്ടുകാരുടെ അനുവാദത്തോടെ ചുമരെഴുത്തിനു പോയ വിദ്യാർത്ഥികളെ മദ്യപിച്ചെത്തിയ ചിലർ ക്രൂരമായി മർദ്ദിക്കുകയും മതപരമായ അധിക്ഷേപങ്ങൾ നടത്തുകയുമായിരുന്നു. സംഭവമറിഞ്ഞ ഉടൻ തന്നെ സുന്നി പ്രസ്ഥാനത്തിന്റെ നേതാക്കളും പ്രവർത്തകരും സ്ഥലത്തെത്തുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നേതൃത്വത്തിന്റെ ഇടപെടൽ, മുസ്ലിം ജമാഅത്ത്, SYS, SSF നേതാക്കൾ രാത്രി മുതൽ തന്നെ സംഭവസ്ഥലത്തും ആശുപത്രിയിലും ക്യാമ്പ് ചെയ്തു. നമുക്ക് മുന്നിൽ 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു: ആക്രമിക്കപ്പെട്ട കുട്ടികൾക്ക് നീതിയും സംരക്ഷണവും ഉറപ്പാക്കുക. ഈ വിഷയത്തെ വർഗീയവൽക്കരിച്ച് നാടിന്റെ സമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുക. പ്രകോപനങ്ങളെ അതിജയിച്ചു. ഈ സംഭവത്തെ പർവ്വതീകരിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വൈകാരികമായി പ്രചരിപ്പിക്കാനും കേരളത്തെ UP യാക്കി ചിത്രീകരിക്കാനും ചിലർ ശ്രമിച്ചു. എന്നാൽ വൈകാരികമായല്ല, മറിച്ച് വിവേകപൂർണമായാണ് ഈ വിഷയത്തെ സമസ്തയും സുന്നി സംഘടനകളും നേരിട്ടത്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ശക്തമായ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സർവകക്ഷി യോഗവും ഐക്യറാലിയും. ഇന്ന് വൈകുന്നേരം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആക്രമണത്തെ അപലപിച്ചു. വിഷയത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെ ഒരുമിച്ച് ചെറുക്കാൻ തീരുമാനിച്ചു. തുടർന്ന് എല്ലാ പാർട്ടികളുടെയും നേതൃത്വത്തിൽ ടൗണിൽ ഒരു ഐക്യ സന്ദേശ റാലിയും നടന്നു. പ്രവർത്തകരോട് ചിലർ ചോദിക്കുന്നുണ്ടാകാം, നമ്മളെവിടെയായിരുന്നു എന്ന്. നിയമം കയ്യിലെടുത്ത് ആക്രോശിക്കുകയല്ല, മറിച്ച് കൃത്യമായ നിയമപോരാട്ടത്തിലൂടെയും ജനാധിപത്യ മാർഗത്തിലൂടെയും നീതി ഉറപ്പാക്കുകയാണ് നമ്മൾ ചെയ്തത്. നേതാക്കളുടെ നിർദ്ദേശം ശിരസാവഹിച്ച എല്ലാ പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ. നിയമപോരാട്ടം തുടരും. കുട്ടികൾക്ക് നീതി ലഭിക്കും. നാട് സുരക്ഷിതമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളും